ഹായ്, എൻ്റെ പുതിയ യൂട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇപ്പം നമ്മൾ മദ്യത്തിന് വില കൂട്ടി എന്നുള്ളൊരു പോസ്റ്റർ കാര്യങ്ങൾ കണ്ടായിരുന്നു. നമ്മളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം അതിനെക്കുറിച്ച് എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് നമ്മൾ മദ്യം ഒരു 90% ആൾക്കാരും നമ്മുടെ കേരളത്തിൽ യൂസ് ചെയ്യുന്നവരുണ്ട്. 80% ഓരോരോ ജില്ലയുടെ അടിസ്ഥാനത്തിൽ അതിനെ കമ്പയർ ചെയ്തിട്ടാണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കൂട്ടിയാലും കുറച്ചാലും ആൾക്കാർ മേടിക്കും, അതല്ലേ? ഇതിപ്പം 1000 കൂട്ടിയാലും 10000 കൂട്ടിയാലും മേടിക്കാനുള്ളവർ കടം മേടിച്ചിട്ടായാലും മേടിച്ച് കുടിക്കും. കുറച്ചാലും ഇത് തന്നെ, അവർക്കത് കൂടുതൽ കുപ്പികൾ കിട്ടും. ഇത് ഒരിക്കലും നിർത്താമെന്നുള്ളൊരു ഇത് വന്നിട്ടില്ല, അല്ലേ? മദ്യം നിർത്തുവാണ് എന്നൊരു വാചകമോ അല്ലെങ്കിൽ ഒരു ന്യൂസോ ഒരു കാര്യങ്ങളും വന്നിട്ടില്ല. ഈ മദ്യം നിർത്തുവാണെങ്കിൽ ഒത്തിരിയും കുടുംബങ്ങൾ രക്ഷപ്പെടും, അല്ലേ? മദ്യത്തിന് അഡിക്റ്റായിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. മദ്യം നിർത്തുവാണെങ്കിൽ ഒത്തിരിയും കുടുംബങ്ങൾ രക്ഷപ്പെടും. അങ്ങനെയുള്ള പോംവഴികൾ നോക്കുക. ഇത് മദ്യത്തിന് വില കൂട്ടുന്നു, കുറയ്ക്കുന്നു. അപ്പം ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താലും ആൾക്കാർ ഇത് മേടിച്ചുകൊണ്ടിരിക്കും. കുറച്ചാലും അത് തന്നെ, കൂട്ടിയാലും അത് തന്നെ. ഇതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ആൾക്കാർ പൈസ കൊടുത്ത് മേടിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് മൊത്തത്തിൽ നിർത്തുന്ന ഒരു ന്യൂസോ അല്ലെങ്കിൽ ഒരു ചർച്ചകളോ ഒന്നും നമ്മുടെ കേരളത്തിൽ നടക്കുന്നില്ല, അല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അതിനുള്ളൊരു പ്രസക്തി ഉണ്ടാവത്തുള്ളൂ, എന്തെങ്കിലും ഒരു ഇതുണ്ടാവത്തുള്ളൂ. കാരണം എത്രയോ കുടുംബങ്ങൾ ഈ വെള്ളമടി കേസുകളായിട്ടോ ഇങ്ങനെ കേസ് കാര്യങ്ങൾ, പിന്നെ വീട്ടിൽ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ഇതെല്ലാം വെള്ളമടി കേസുകളാണ് കൂടുതലും പോകുന്നത്. ഇപ്പം തന്നെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇപ്പം മയക്കുമരുന്ന്, വെള്ളം അടിച്ചിട്ട് അമ്മയെ കൊല്ലുന്നു, മകളെ കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, പിന്നെ ഓരോ ആൽക്കഹോളിക്കോ അല്ലെങ്കിൽ പിന്നെ ഓരോ DMA അങ്ങനെ കഴിച്ച് ഓരോരുത്തർ ചെയ്യുന്നു, കൊലപാതകം, ഇതെല്ലാം ഇതിന് അഡിക്റ്റുകളാണ്. അപ്പം ഇത് മൊത്തത്തിൽ നിർത്താനുള്ളൊരു ഇതാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഞാനൊരു ചിന്തിക്കുന്ന ഒരു കാര്യം. കാരണം ഈ മദ്യവും ഈ സ്പിരിറ്റ്, ഈ മറ്റേ പൊടി ഐറ്റങ്ങൾ, തമ്പാക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇഷ്ടംപോലെ ഉണ്ട്, ലഹരി മരുന്ന്, ഇതെല്ലാം നിർത്താനുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ നോക്കേണ്ടത്. അതല്ല ഇതിനെ വീണ്ടും കുറയ്ക്കുക, ഓരോ സാധനത്തിന് ഇങ്ങനെയുള്ള ഐറ്റങ്ങൾക്ക് വീണ്ടും സാധനം കുറയ്ക്കുക, കൂട്ടുക. ഇതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താലും എല്ലാവരും മേടിച്ച് കഴിക്കും. അതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. അപ്പം നാട്ടിലെ കൊലപാതകങ്ങൾ എല്ലാം കൂടിക്കൊണ്ടിരിക്കും. ഒരു ഇതുമില്ല. എന്തെങ്കിലും ഒരു കാരണങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്താൽ മാത്രമേ അതിന് റിസൾട്ട് വരത്തുള്ളൂ. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് നിർത്തുന്ന ഒരു ന്യൂസ് വന്നാൽ ഞാൻ ഹാപ്പിയാണ്. എന്തോരം കുടുംബങ്ങൾ ഹാപ്പി ആവണമെന്നറിയാം. നമ്മൾ യൂസ് ചെയ്യുന്നില്ല, എന്നാലും നമ്മൾ കേട്ടപ്പോൾ നമ്മുടെ ഒരു അഭിപ്രായം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഇത് യൂസ് ചെയ്യാത്ത ഒത്തിരി ആൾക്കാരുണ്ട്, യൂസ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പം അവർക്കും ഇത് പാഠമായിരിക്കണം. കാരണം ഇത് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരണം. അടുത്ത തലമുറയിലായാലും ഇത് ഒരു യൂസ് ചെയ്യാൻ പറ്റാത്ത സാധനമാണ്. ഇത് നിർത്തി, ആൽക്കഹോളിക്ക് കേരളത്തിൽ മൊത്തമായിട്ട് നിർത്തി എന്നൊരു വാചകം വരാൻ ഒത്തിരി സന്തോഷമാണ്. ഒത്തിരി ആൾക്കാർ സന്തോഷിക്കും, ഒത്തിരി കുടുംബങ്ങൾ രക്ഷപ്പെടും. അങ്ങനെയുള്ള ഒത്തിരിയും കാര്യങ്ങൾ നടക്കും. വീട്ടിൽ കൊലപാതകങ്ങൾ കുറച്ചേ നടക്കത്തുള്ളൂ. ഇങ്ങനെയുള്ള കൂടുതലും ഈ വെള്ളം അടിച്ച് പ്രശ്നം ഉണ്ടാക്കിയാണ് കൂടുതലും വഴക്കുണ്ടാവുന്നത്. കാരണം ഈയിടയ്ക്ക് തന്നെ ഇപ്പോൾ പത്തനംതിട്ടയിൽ തന്നെ 2 സംഭവങ്ങളുണ്ടായി. വെള്ളമടി പ്രശ്നത്തിൽ വീട്ടിൽ കയറി 2 പേരെ വെട്ടി. ഇതൊക്കെ വെള്ളം അടിച്ചാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനനുസരിച്ച്, ഈ കൂട്ടുന്നതനുസരിച്ച് ആൾക്കാർ കൂടുതൽ മേടിച്ച് കഴിക്കും. കുറയ്ക്കുകയാണെങ്കിലും കൂടുതൽ മേടിച്ച് കഴിക്കും. ഇതങ്ങ് നിർത്തി കഴിഞ്ഞാൽ ഇത് പ്രശ്നമെല്ലാം തീരും. വെള്ളമേ ഈ ആൽക്കഹോളിക്കുന്ന ഒരു ഇത് കേരളത്തിൽ ഫുള്ളായിട്ട് നിർത്തുവാണെങ്കിൽ, ഈ ലഹരി മരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിർത്തുവാണെങ്കിൽ കേരളം എന്നേ രക്ഷപ്പെടും. അതാണ് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാനോ അല്ല നമ്മൾ അതിനെക്കുറിച്ച് പറയാനോ ഒന്നുമല്ല. നമ്മുടെ ഒരു അഭിപ്രായം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ.
അങ്ങനെ ഒത്തിരി സന്തോഷമുണ്ട്. അങ്ങനൊരു ന്യൂസ് വരുവാണെങ്കിൽ നിർത്തുവാണ്, അല്ലെങ്കിൽ ഇങ്ങനെ മതി എന്നുള്ളൊരു കാര്യങ്ങൾ വരുവാണെങ്കിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ ഒരു കുടുംബം രക്ഷപ്പെടും, അത് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ. ഇത് കുടിക്കുന്ന അഡിക്റ്റായിട്ടുള്ള കുടുംബങ്ങൾ കാര്യങ്ങളുണ്ട്, പ്രശ്നങ്ങളുള്ള വീടുകളുണ്ട്. അപ്പം അവർക്കെല്ലാം ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് നിർത്തുവാണെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ ഒത്തിരി രക്ഷപ്പെടും, കൊലപാതകങ്ങൾ നാട്ടിൽ കുറവ് വരും, അങ്ങനെയുള്ള ഒത്തിരിയും കുറവും കാര്യങ്ങളും എല്ലാം വരും. ഓക്കെ, അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.